10ാം ക്ലാസ്സിൽ ഇന്നെന്ത് പാഠഭാഗമായിരിക്കും എടുക്കുകയെന്ന് വേവലാതിപ്പെടേണ്ട പ്രായത്തിലാണ് ചെക്കൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരവും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത്. IPL ഫ്ലാറ്റ് പിച്ചിലല്ലേ, പുറത്തുപോയി അന്താരാഷ്ട്ര മത്സരം കളിക്കട്ടെ എന്നിട്ട് പറയാമെന്ന് ഒരു കൂട്ടർ. ഇംഗ്ലണ്ടിനെതിരെ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ അവനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മറ്റൊരു കൂട്ടർ. അങ്ങനെ തെളിഞ്ഞും ഒളിഞ്ഞും പറഞ്ഞവർക്കിടയിൽ അവനൊരു പ്ലെയർ ഓഫ് ദി സീരീസ് ട്രോഫിയും കയ്യിൽ പിടിച്ചു നിൽപ്പുണ്ട്. അതും തൻ്റെ രണ്ടാമത്തെ മാത്രം പരമ്പരയിൽ 16 തികയും മുൻപ്. ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ചെക്കൻ്റെ റേഞ്ച്? സിംബാബ്വെക്കെതിരായ 3 മത്സര പരമ്പരയിൽ 151 റൺസാണ് വൈഭവ് നേടിയത്. 2 50, ഒരു പ്ലെയർ ഓഫ് ദ മാച്ച്, ഒപ്പം പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരവും. മിക്കപ്പോഴും ടീം സ്കോറിന്റെ 40% വന്നത് വൈഭവിന്റെ ബാറ്റിൽ നിന്ന് തന്നെയാണ്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും തിലക് വർമ്മയും ശ്രേയസ് അയ്യരും എല്ലാമുള്ള ടീം ഇന്ത്യയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഗെയിം അവയർനെസ് ആണ് ഈ സീരീസിൽ വൈഭവ് സ്വായത്തമാക്കിയ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഒരാഴ്ച മുൻപ് ജോഫ്ര ആർച്ചറും സംഘവും ബോഡി ലക്ഷ്യമിട്ടെറിഞ്ഞ ഷോർട്ട് ബോൾ ഫലപ്രദമായി വൈഭവ് ഇപ്പോൾ മറികടന്നു. പതിവ് പോലെ അഭിഷേക് ശർമ്മ 3ാം തവണയും മുസറബാനിക്ക് വിക്കറ്റ് നൽകി തുടക്കത്തിൽ തന്നെ മടങ്ങി. 1, 8, 2 എന്നിങ്ങനെയായിരുന്നു അഭിഷേകിന്റെ സീരീസിലെ സ്കോറുകൾ. കുഴപ്പമില്ല, അഭിഷേകല്ലേ, എത്ര ഫ്ലോപ്പായാലും അഭിഷേകിന്റെ സീറ്റ് ഉറപ്പാണ്. എന്നാൽ വിക്കറ്റ് വീണതൊന്നും കൂസാതെ വൈഭവ് തൻ്റെ റോൾ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഔട്ട്സൈഡ് എഡ്ജിലൂടെയാണ് വൈഭവ് അക്കൗണ്ട് തുറന്നത്. മുസറബാനി പലപ്പോഴും വൈഭവിനെതിരെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് പുൾ ഷോട്ടും ഡീപ് തേർഡിലൂടെ കൃത്യമായ സ്പേസും കണ്ടെത്തി വൈഭവ് സ്കോർ ഉയർത്തി. ബ്രാഡ് വാങ്സും നംഹ്യൂമയുമെല്ലാം ഫുൾ ലെങ്ത് പന്തുകളാണ് വൈഭവിനെതിരെ ഉപയോഗിച്ചത്. എന്നാൽ പ്രോപ്പർ ഷോട്ടുകളിലൂടെ വൈഭവ് അതെല്ലാം നിർവീര്യമാക്കി. സിംബാബ്വൻ പര്യടനത്തിൽ ഗൗതം ഗംഭീറിന് പകരം ഇന്ത്യയുടെ പരിശീലകനായ VVS ലക്ഷ്മൺ നിരീക്ഷിക്കുന്നത് വൈഭവിന്റെ പക്വതയെക്കുറിച്ചാണ്. ഓരോ മത്സരത്തിലും അവൻ സ്വയം നവീകരിക്കുകയാണെന്നാണ് ലക്ഷ്മൺ പറയുന്നത്. മത്സരങ്ങൾ മാത്രമല്ല, ഓരോ പരിശീലന സെഷനിലെയും കാര്യങ്ങൾ വരെ വൈഭവ് കൃത്യമായി റിവ്യൂ ചെയ്യാറുണ്ടെന്ന് ലക്ഷ്മണിന്റെ സാക്ഷ്യം. 2.5 വർഷം മുമ്പ് ലക്ഷ്മൺ മേധാവിയായിരുന്ന സെന്റർ ഓഫ് എക്സലൻസിലേക്ക് എത്തിയതു മുതൽ വൈഭവിനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ലക്ഷ്മണോളം അറിയുന്ന മറ്റാരുമില്ല. വണ്ടർ കിഡ് ലേബലിൽ നിന്ന് ഇന്ത്യയുടെ അണ്ടർ-19 ടീമിലേക്കും IPLലേക്കും അവിടെ നിന്നിപ്പോൾ സീനിയർ ടീമിലേക്കുമുള്ള വൈഭവിന്റെ യാത്രയും വിജയവുമെല്ലാം ലക്ഷ്മണ് നന്നായി അറിയാം. ഫിറ്റ്നസ് നിലനിർത്തുക എന്നതാണ് വൈഭവ് ചെയ്യേണ്ട പ്രധാന കാര്യം. ഗെയിം എങ്ങനെ റീഡ് ചെയ്യണമെന്ന് അവൻ കൃത്യമായി ഈ പരമ്പരയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സിംബാബ്വെക്കെതിരായ 3ാം T20യിൽ പവർ പ്ലേക്ക് ശേഷം 7 മുതൽ 10 വരെയുള്ള ഓവറുകളിൽ ഒരു ബൗണ്ടറി പോലും ഇന്ത്യ നേടിയിരുന്നില്ല. എന്നാൽ വൈഭവ് അവിടെ വലിയ ഷോട്ടുകൾക്ക് മുതിരാതെ ക്രീസിൽ തന്നെ നിലയുറപ്പിച്ചു. പൊതുവെ IPLലും മറ്റും എല്ലാ പന്തിലും ബൗണ്ടറി അടിക്കാനുള്ള ആറ്റിറ്റ്യൂഡുമായി നിൽക്കാറുള്ള വൈഭവ് ഈ വിധം ശാന്തമായി സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത കാഴ്ച പുതിയൊരു അനുഭവമായിരുന്നു. 10ാമത്തെ ഓവറിലാണ് 31 പന്തിൽ വൈഭവ് അർദ്ധ സെഞ്ചുറി തികച്ചത്. പിന്നീട് പതുക്കെ ഗിയർ മാറ്റിയ വൈഭവ് വെസ്ലി മധ്വരയ്ക്കെതിരെ സ്ട്രൈറ്റ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുമെല്ലാം പായിക്കാൻ തുടങ്ങി. വൈഭവിന്റെ ആ ഷോട്ടുകളൊന്നും IPLൽ കണ്ട പോലെ മുൻകൂട്ടി പദ്ധതിയിട്ടടിക്കുന്നതായിരുന്നില്ല. ഓഫ് സ്റ്റമ്പിന് പുറത്തായി സ്ഥിരമായി സിംബാബ്വൻ ബൗളർമാർ എറിയാൻ തുടങ്ങി. കൃത്യമായ ഫീൽഡർമാരെ വിന്യസിച്ച് വൈഭവിനെ കൊടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വൈഭവിന്റെ കൈവശം അതെല്ലാം ചെറുക്കാനുള്ള മരുന്ന് ധാരാളം ഉണ്ടായിരുന്നു. സിക്കന്ദർ റാസയ്ക്കെതിരെ ബാക്ക് ഫുട്ടിൽ കളിച്ചൊരു സിക്സറിന്റെ ദൂരം 102 മീറ്റർ ആയിരുന്നു, അതും കവർ പോയിന്റിലേക്ക്. ഇടയ്ക്കൊക്കെ ഫിസിക്സും തോറ്റുപോകുമെന്ന് പറയുന്നത് വെറുതെയല്ല. സേഫായി സീനിയർ തലത്തിൽ ആദ്യ സെഞ്ചുറി സ്വന്തമാക്കാൻ അവസരമുണ്ടായിരുന്നു വൈഭവിന്. എന്നാൽ ആക്രമിച്ച് കളിക്കാൻ തന്നെ വൈഭവ് തീരുമാനിച്ചു. പുറത്താകുമ്പോൾ 49 പന്തിൽ 81 റൺസായിരുന്നു വൈഭവിന്റെ സമ്പാദ്യം. 8 4ഉം 4 6ഉം ചേർന്ന ഇന്നിങ്സ്. ലോങ് ഓഫിലേക്ക് ട്രൈ ചെയ്ത ഒരു പന്തിൽ ടൈമിംഗ് തെറ്റി പുറത്തായി വൈഭവ് മടങ്ങുമ്പോൾ 5 ഓവറോളം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. വൈഭവ് അനായാസം സെഞ്ചുറിയും ഇന്ത്യൻ ടോട്ടൽ 200ഉം കടക്കുമെന്ന് തോന്നിച്ച നിമിഷങ്ങൾ പൊടുന്നനെ മാഞ്ഞു. അത് രണ്ടും നടന്നില്ല. IPLൽ ഞാൻ കളിച്ചിരുന്ന അതേ ശൈലി തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ടീമിനു വേണ്ടി പരമാവധി സ്കോർ നേടണം. 3 മത്സരങ്ങളിലും നല്ല തുടക്കം നൽകാൻ ശ്രമിച്ചു. തുടക്കം കിട്ടിയാൽ പിന്നെ അത് മുതലാക്കാൻ കഴിയണം. അതുമാത്രമാണ് എൻ്റെ സമീപനം. പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷം വൈഭവ് പറഞ്ഞു. എല്ലാ പന്തും അതിർത്തി പായിക്കാൻ ശ്രമിക്കുന്ന തീവ്രമായ അറ്റാക്കിംഗ് ശൈലിക്ക് പേരുകേട്ട വൈഭവ് 3ാം T20യിൽ നേരിട്ട 49 പന്തുകളിൽ 22 തവണ മാത്രമാണ് അറ്റാക്കിംഗ് ഷോട്ടുകൾക്ക് മുതിർന്നത്. 165 സ്ട്രൈക്ക് റേറ്റ് മികച്ചതെങ്കിലും 200ന് മുകളിലാണല്ലോ എപ്പോഴും വൈഭവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ സീനിയർ തലത്തിൽ ഒരു 15-കാരൻ ഈ ലെവലിലും കളിക്കുന്നുണ്ടെങ്കിൽ
അതിലുണ്ട് വൈഭവിൻ്റെ ക്രിക്കറ്റ് ഐക്യു. വൈഭവിൻ്റെ സിക്സറുകൾ കഴിഞ്ഞ ദിവസം ഹരാരെ സ്പോർട്സ് കോംപ്ലക്സും കടന്ന് പുറത്തു പോയിരുന്നു. പക്ഷേ ആ പന്തിനെ യാത്രയാക്കാൻ ഒരിക്കലും ഒരു ബ്രൂട്ടൽ ഹിറ്റിംഗ് അല്ല വൈഭവ് നടത്തുന്നത്. മുൻപ് വൈഭവിൻ്റെ ടെക്നിക്കിനെ കുറിച്ച് മുൻ താരവും കമൻറ്റേറ്ററുമായ ഇയാൻ ബിഷപ്പിൻ്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. ബേസ്ബോൾ സ്വിംഗ് ചെയ്യുന്ന പോലെ തോന്നിക്കുന്നതാണ് വൈഭവിൻ്റെ ബാറ്റിൻ്റെ സ്വിംഗ്. സാങ്കേതികമായി വൈഭവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏറെ സവിശേഷമാണ്. പന്തിൻ്റെ ഗതിക്കനുസരിച്ച് ബാറ്റ് വീശുന്നതിനേക്കാൾ ബേസ്ബോളിലെ ഹിറ്ററുടേതിന് സമാനമായ സ്ട്രോക്ക് പ്ലേ ആണ് വൈഭവിനെ വേറിട്ട് നിർത്തുന്നത്. ഈ പ്രത്യേകത കാരണം പന്തിൻ്റെ വേഗതയെയും ബൗൺസിനെയും ഫലപ്രദമായി നേരിടാൻ വൈഭവിന് സാധിക്കുന്നു. അതാണ് വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് പന്ത് തൊടുമ്പോൾ തന്നെ അത് അതിർത്തിക്കപ്പുറത്തേക്ക് പോകുന്നത്. ജസ്പ്രീത് ബുംറയെ പോലൊരു ലോകോത്തര ബൗളറെ നേരിടുമ്പോൾ സാധാരണയായി ബാറ്റർമാർ സമ്മർദ്ദത്തിലാകാറുണ്ട്. എന്നാൽ ബുംറയ്ക്കെതിരെ വൈഭവ് പുലർത്തിയ സൈക്കോളജിക്കൽ അപ്രോച്ച് ഏറ്റവും മികച്ചതായിരുന്നു. താരങ്ങളെയല്ല പന്തിനെയാണ് നോക്കാറുള്ളതെന്ന വൈഭവിൻ്റെ മനോഭാവം ലോകത്തെ ഏത് ബൗളറുടെയും ഉറക്കം കെടുത്താൻ പോകുന്നതാണ്.